പ്രശാന്ത് മലവയർ, വലിയ ആശങ്ക തന്നെയാണ് ഇവിടെ ശ്രീ പ്രജിത് രാജൻ ചൂണ്ടിക്കാണിച്ചത്. അവിടെ പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ വയനാടിൻ്റെ വിലാപം താങ്കൾ വയനാട് കള്ളാടി ദുരന്ത സമയത്ത് നമ്മളോട് പങ്കുവച്ചതാണ്. ഇവിടെ അന്ന് അതൊരു മനുഷ്യനിർമ്മിത ദുരന്തമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു, പിന്നീട് അദ്ദേഹം അതിനെക്കുറിച്ച് മിണ്ടിയില്ല. പക്ഷേ ഇവിടെ സർക്കാർ സ്പോൺസേഡ് വെള്ളപ്പൊക്കമെന്ന് പ്രതിപക്ഷ വിമർശനം, മറുവശത്ത് ഈ സമയത്ത് രാഷ്ട്രീയം പറയുന്നു എന്ന ചോദ്യം. ഇതിനിടയിൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയുടെ ചെയർമാൻ കൂടിയായ മുഖ്യമന്ത്രി വസ്തുത പറഞ്ഞില്ല എന്നുള്ള ആരോപണങ്ങൾ. താങ്കൾ ഈ വിഷയത്തെ എങ്ങനെയാണ് കാണുന്നത്? വയനാടിൻ്റെ അടക്കം ആശങ്ക, അത് പരിഹരിക്കാൻ അടുത്ത കാലത്തൊന്നും കാര്യമായി ഒന്നും നടക്കുന്നില്ല എന്നുള്ളത് താങ്കൾ മുൻപും പറഞ്ഞു. മുൻ സർക്കാരിൻ്റെ കാര്യത്തിൽ വിശ്വാസം ഇല്ലായിരുന്നു എന്നുള്ള കാര്യം പറഞ്ഞു. ഇപ്പോൾ പുതിയ സർക്കാരാണ്, കുറച്ച് സമയമേ ആയുള്ളൂ എങ്കിൽ പോലും ഇതിനായിരിക്കേണ്ട ഒരു പ്രധാന പരിഗണന എന്നുള്ളത് താങ്കൾ നേരത്തെയും വ്യക്തമാക്കിയിട്ടുള്ളതാണ്. എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും മാഡം, രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, എന്തുകൊണ്ട് സർക്കാരിനെ വിമർശിക്കുന്നു? സർക്കാരിനെ വിമർശിക്കേണ്ടുന്ന ഒരു ഘട്ടത്തിൽ തന്നെയാണ് നാം ഉള്ളത്. കാരണം ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇന്റർ ഗവൺമെന്റൽ പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് IPCC 5 വർഷം മുമ്പ് പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരു മുന്നറിയിപ്പ്. ആ മുന്നറിയിപ്പിൽ ഏറ്റവും പ്രധാനമായി പറയപ്പെടുന്നത് കേരളത്തിലെ വരുന്ന 20 വർഷങ്ങൾക്കുള്ളിൽ കേരളത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ചാണ്. കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടാകുന്നുണ്ടെന്നും 5 വർഷം മുൻപാണ്, അല്ലാണ്ട് കഴിഞ്ഞ ആഴ്ചയല്ല, കഴിഞ്ഞ മാസമല്ല, 5 വർഷങ്ങൾക്ക് മുൻപ് 20 വർഷങ്ങൾക്കുള്ളിൽ കേരളത്തിൽ ഉണ്ടാകാൻ വേണ്ടി പോകുന്ന കാലാവസ്ഥാ വ്യതിയാനത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റം കൊണ്ട് കേരളത്തിൽ ഉണ്ടാകാൻ വേണ്ടി പോകുന്ന വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, പ്രത്യേകിച്ച് മലയോര മേഖല, കടലോര മേഖല, ഇങ്ങനെയുള്ള പ്രദേശങ്ങളിലെല്ലാം വലിയ തരത്തിലുള്ള മുൻകരുതലുകൾ എടുത്ത് മുന്നോട്ട് പോകണമെന്ന് 5 വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഈ ഐക്യരാഷ്ട്ര സംഘടനയുടെ ഇത്തരത്തിലുള്ള പാനൽ നമ്മളെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ മുൻകരുതലുകൾ എടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നതും ചോദിക്കുന്നതും. ഇവിടെ സർക്കാരുകൾ, മുഖ്യമന്ത്രി മാറി പ്രതിപക്ഷ കസേരയിലിരുന്നു, പ്രതിപക്ഷ കസേരയിലിരുന്ന ആൾ മുഖ്യമന്ത്രിയിലെ കസേരയിലേക്ക് ഇരുന്നു എന്നതൊഴിച്ചാൽ വലിയ മാറ്റമുണ്ടായി കേരളത്തിലെ രാഷ്ട്രീയത്തിൽ നിന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. സ്വാഭാവികമായിട്ടും ഭരണത്തിന്റെ UDF മാറി LDF വന്നു എന്നതൊഴിച്ചാൽ, അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം വയനാടുള്ള ടി സിദ്ദീഖ് MLA കഴിഞ്ഞ പ്രാവശ്യം MLA ആയിരുന്നു. അദ്ദേഹം ഇപ്രാവശ്യവും MLA ആണ്. ഇപ്രാവശ്യം അദ്ദേഹത്തിന് കൂടുതൽ ചുമതല കിട്ടി, അദ്ദേഹം മന്ത്രിയായി എന്നുള്ളതൊഴിച്ചാൽ മറ്റു മാറ്റങ്ങൾ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അപ്പൊ കഴിഞ്ഞ 5 വർഷങ്ങൾക്ക് ഉള്ളിൽ തുടർച്ചയായി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന പ്രതിഭാസം, ഈ ഓഗസ്റ്റ് മാസം, ജൂലൈ മാസത്തിലൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള വലിയ ദുരന്തങ്ങൾ നമ്മളുടെ മുന്നിലുണ്ട്. അപ്പൊ ഓഗസ്റ്റ് മാസത്തിൽ മുൻകരുതലുകൾ എടുക്കണം, ജൂലൈ മാസത്തിൽ മുൻകരുതലുകൾ എടുക്കണം, ജൂൺ മാസത്തിൽ മുൻകരുതൽ എടുക്കണം എന്ന് ചിന്തിക്കാൻ പോലും സാധിക്കുന്നില്ല ഈ മാറി മാറി വരുന്ന സർക്കാരുകൾക്ക് എന്ന് പറഞ്ഞാൽ അത് വിമർശിക്കപ്പെടേണ്ടത് തന്നെയാണ്, ഒരു സംശയവുമില്ല. ഇവിടെ മുൻകരുതൽ എടുത്തിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുഖ്യമന്ത്രി നല്ല മുൻകരുതൽ എടുത്തിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന് എന്താ പറയാ, അടിയിലൂടെ റോഡ് കാണില്ല, വെള്ളം ഉണ്ടായാൽ എനിക്ക് ജ്വല്ലറി ഉദ്ഘാടനം ചെയ്യാൻ പറ്റില്ല, എനിക്ക് ഘടകകക്ഷി നേതാവിന്റെ വീട്ടിൽ വിരുന്നിന് പോകാൻ സാധിക്കില്ല, എന്റെ അമ്മായിയപ്പനെ കാണാൻ സാധിക്കില്ല. ഇതൊക്കെ മുഖ്യമന്ത്രി വളരെ നേരത്തെ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ അങ്ങേരുടെ പ്രിക്കോഷൻസ് ഒക്കെ നേരത്തെ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടുത്തെ സാധാരണ ജനങ്ങൾ, ഏകദേശം 10,000-ഓളം ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പിലുണ്ട് എന്ന് പറയുമ്പോൾ അതിന്റെ വ്യാപ്തി ചെറുതല്ല മാഡം, വളരെ 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 വലുതാണ്. 400 ക്യാമ്പുകൾ ഉണ്ടാക്കി, 400 ക്യാമ്പുകളിൽ 10,000-ഓളം ആളുകൾ ഇന്ന് താമസിക്കുകയാണ്. എന്തുകൊണ്ടാണ് വലിയൊരു ബുദ്ധിമുട്ടുകൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ലാത്തത്, നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നത് എന്ന് തോന്നിയാൽ 2018 മുതൽ ഈ ദുരിതാശ്വാസ ക്യാമ്പുകൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സിന്റെ ഭാഗമായിട്ട് മാറിയിട്ടുണ്ട്. ഇവിടുത്തെ വില്ലേജ് ഓഫീസർമാർക്ക് അറിയാം എന്ത് ചെയ്യണമെന്നുള്ളത് അറിയാം. അതുപോലെ തന്നെ തഹസിൽദാർമാർക്കറിയാം. സർക്കാരിന്റെ ഒന്നും ഉത്തരവില്ലെങ്കിലും, സർക്കാർ ഒന്നും ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ കൂടി ഇവിടുത്തെ സംവിധാനങ്ങൾ ഒരു സംവിധാനത്തിന്റെ ഒരു സിസ്റ്റത്തിന്റെ ഭാഗമായി പോകുന്നത് കൊണ്ട് മാത്രമാണ് ഈ 10,000 ആളുകളെ വളരെ പെട്ടെന്ന് ഇതിലേക്ക് മാറ്റാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. അല്ലാതെ ഇത് ഏതെങ്കിലും സർക്കാരിന്റെ ഉദ്യോഗസ്ഥന്മാർ സർക്കാരിന്റെ ഭാഗമല്ലേ എന്ന് അപ്പോൾ വാദം ചോദിക്കാം. പക്ഷെ അതല്ല, മുൻകരുതലുകൾ എന്തൊക്കെ എടുത്തിട്ടുണ്ട്? മുഖ്യമന്ത്രി ഹെലികോപ്റ്ററിൽ സഞ്ചരിക്കാൻ ഒരു മുൻകരുതൽ എന്നുള്ള രീതിക്ക് തന്നെയാണ് എടുത്തിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്തരത്തിലുള്ള സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എന്ത് മുൻകരുതലാണ് എടുത്തിട്ടുള്ളത്? ഏതൊക്കെ മേഖലയാണ് ബുദ്ധിമുട്ട് വരാൻ വേണ്ടി പോകുന്നത്? ആ മേഖലയിലുള്ള ആളുകളെ കുറിച്ച് എന്താണ് ചിന്തിക്കാൻ വേണ്ടി പോകുന്നത്? അവരെ മാറ്റിപ്പാർപ്പിക്കേണ്ടേ? അവരെ മാറ്റിപ്പാർപ്പിച്ചാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ഭക്ഷണ സാധനങ്ങൾ, മറ്റ് മരുന്ന് സംവിധാനങ്ങൾ എന്തൊക്കെയുണ്ട്? അതൊക്കെ ആരാണ് കണ്ടെത്തിയിട്ടുള്ളത്? ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? വില്ലേജ് ഓഫീസർമാരുടെ ഒരു യോഗം ആരെങ്കിലും വിളിച്ചു ചേർത്തുണ്ടോ? ജില്ലാ കളക്ടർമാരുടെ യോഗം ആരെങ്കിലും വിളിച്ചു? ഇതൊക്കെ സാധാരണ നടക്കുന്നതല്ലേ? ജില്ലാ കളക്ടർമാരുടെ യോഗമൊക്കെ ഈ പ്രളയമൊക്കെ കേരളം മുഴുവൻ വെള്ളത്തിൽ മുങ്ങിയതിനു ശേഷമാണോ ജില്ലാ കളക്ടർമാരുടെ യോഗം വിളിക്കുക?
ഇതിന് മുൻപെന്ത് ചെയ്തു എന്നുള്ളത് തന്നെയാണ് ചോദിക്കുന്നത്. അത് ചോദിച്ചുകൊണ്ടേയിരിക്കും. കാരണം കേരളത്തിൽ കാലാവസ്ഥാ വ്യതിയാനത്തിൽ പ്രത്യേകിച്ച് കോസ്റ്റൽ ഏരിയ, മലയോര മേഖലയൊക്കെ ഉള്ള മേഖലയാണ് കേരളം. ജനങ്ങൾ ഭീതിതരാണ്, അവര് ദുരിതത്തിലാണ്. അവരുടെ പ്രയാസങ്ങൾ ഇങ്ങനെ നിരന്തരം വന്നുകൊണ്ടിരിക്കുമ്പോൾ ജനങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും, ആളുകൾ ചോദിച്ചുകൊണ്ടേയിരിക്കും, മാധ്യമങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഒരു സംശയം അക്കാര്യത്തിനില്ല.